വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഫുട്വെയർ. പലപ്പോഴും നമ്മൾ ബ്രാൻഡിനോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള ഭംഗിയോ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പാണ് അല്ലെങ്കിൽ ഷൂ ആണ്, 5 വർഷമായിട്ട് ഞാൻ ഇതേ ഷൂ തന്നെയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മണ്ടത്തരാണ്. ഇതൊക്കെ ഭയങ്കര വെയർ ആൻഡ് ടയർ സംഭവിക്കുന്ന സാധനങ്ങളാണ് ഫുട്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നടത്തം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് കൂടുതൽ തേഞ്ഞിട്ടുണ്ടാവും. അതന്നെ ഒരു ഇൻഡിക്കേഷനാണ് നമ്മുടെ നടത്തം ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് മുട്ടിലേക്കോ കാലിലേക്കോ വരുന്നതിൻ്റെ ആ ഒരു മെത്തേഡ് ശരിയല്ല എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. അത് പോരാഞ്ഞിട്ട് അത് തേയും തോറും ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ കാറിൻ്റെ ഒക്കെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാന്ന് പറയില്ല, നമ്മൾ ടയർ ഒരു സൈഡ് കട്ട് ആവുക എന്ന് പറയില്ല. അപ്പോൾ അത് നമ്മുടെ ടയറിനെ മാത്രമല്ല ബാധിക്കണം, കാറിൻ്റെ എൻ്റയർ ആ സ്റ്റിയറിങ്ങിൻ്റെ അവിടുന്ന് തുടങ്ങുന്ന എല്ലാ മെക്കാനിക്കൽ പാർട്ടിനെയും അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവബിലിറ്റീനെ ബാധിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ മുട്ടിനെ നട്ടലിനെ ഒക്കെ നമ്മുടെ ഈ ഫുട്വെയർ കാര്യമായിട്ട് ബാധിക്കും. പിന്നെ ഉള്ളൊരു സംഭവമാണ് ഡാമേജ് വന്നിട്ട് അല്ലെങ്കിൽ കേടുപാട് വന്നിട്ടുള്ള ഫുട്വെയറിനേക്കാളും വെയിറ്റ് കൂടുതലുള്ള ഫുട്വെയർ, ഹാർഡ് സോളുള്ള ഫുട്വെയർസ്, ഇതൊക്കെ ഡെഫിനറ്റ് ആയിട്ടും കേടുപാട് വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അതിൽ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കാതെ ഫംഗ്ഷനും കൂടി പ്രാധാന്യം കൊടുത്തും കൊണ്ട് വേണം നമ്മൾ ഫുട്വെയർ സെലക്ട് ചെയ്യാൻ. കംഫർട്ടായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം.